ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ബ്ലോഗ്. ഫ്രണ്ട്സ്, മീശ കളഞ്ഞ് എങ്ങനെയുണ്ട്? രസമുണ്ടോ? കുറച്ച് ആൾക്കാർ പറഞ്ഞ് മീശ വെച്ചാല രസം, കുറച്ച് ആൾക്കാർ പറഞ്ഞ് മീശ കളഞ്ഞാല രസം. അങ്ങനെ പിന്നെ അത് ഷേവ് ചെയ്യുമ്പോൾ മീശ വെച്ച് മീശ കളഞ്ഞിട്ടില്ല. എന്നിട്ട് ഇന്നലെ പോയിട്ട് മീശ കളഞ്ഞു. മീശ മാത്രം പോയിട്ട് കളഞ്ഞു. ഷംസുഖാനത്തൊരു മീശ കളഞ്ഞു. പിന്നെ ഇന്നുണ്ടല്ലോ, ഇപ്പോൾ സമയം 6:30 മണിയായിട്ടാ, വൈകിട്ട് 6:22. അപ്പോൾ ഇന്ന് വീട്ടിൽ കുറച്ച് പണിയുണ്ടായി. വീട്ടിൻ്റെ മുകളിൽ ബാർപ്പിൻ്റെ മുകളിൽ കയറിയിട്ട് കുറച്ച് ബാർപ്പിൻ്റെ സൈഡിലെ ഓല ഇതെല്ലാം കുത്തി വെള്ളമെല്ലാം പോകാനുള്ള ഇതാക്കി. കാരണം കുറച്ച് വെള്ളം കെട്ടിക്കുന്നുണ്ട് അത് സൈഡിലെല്ലാം ആയിട്ട്. എല്ലാ കൊല്ലവും ഞാൻ മഴ വരുന്നതിന് മുമ്പേ ബാർപ്പിൻ്റെ മുകളിൽ കയറിയിട്ട് എല്ലാം സെറ്റാക്കുന്നതാണ്. ഞാൻ ഓലയെല്ലാം കുത്തി മരയെല്ലാം ഉണ്ടെങ്കിൽ ഈ വീടിൻ്റെ ഭാഗത്ത് ചാന ഇതുണ്ടാവില്ലേ, ഓലയെല്ലാം ഉണ്ടാവില്ലേ, വാഴൻ്റെ ഇത്, വാഴൻ്റെ കൈ എന്ന് പറയും നമ്മളുടെ വാഴൻ്റെ ഇല, പിന്നെ എന്തെങ്കിലും പേരക്ക മരവും അതിൻ്റെ ഇതെല്ലാം ഉണ്ടെങ്കിൽ പിന്നെ എന്താന്ന്, പിന്നെ ഓല, മെയിനായിട്ട് ഓല വീട്ടിൻ്റെ സൺസൈഡിലേക്കെല്ലാം ചാനിട്ടുണ്ടാവും, അതെല്ലാം കുത്തുന്നതാണ്. ഇപ്രാവശ്യം കുറച്ച് നേരത്തെ മഴ പെയ്തുകൊണ്ട് അതിന് സമയം കിട്ടിയില്ല. പിന്നെ നിർത്താണ്ട് മഴയല്ലേ, 1.5 മഴയല്ലേ, അതുകൊണ്ട് പിന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് രാവിലെ അല്ല, ഉച്ചയ്ക്ക് ശേഷം കയറിയിട്ട് മുകളിൽ നിന്ന് അതെല്ലാം കൊത്തി വൃത്തിയാക്കി നോക്കും. അതൊക്കെ വെള്ളം കെട്ടിക്കുന്നു, ഓരോ മൂലക്ക്, ഈ സൺസൈഡിൻ്റെ മൂലക്കെല്ലാം കുറച്ച് വെള്ളം ഇങ്ങനെ കെട്ടിക്കുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലിയറാക്കി ഇപ്പോൾ ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയാണ്. എവിടെ അറിയാം, തഫിക്ക് ചുമക്കുന്നു 2 ദിവസമായിട്ട്. ചുമ രാത്രി കിടന്നുറങ്ങാനൊന്നും പറ്റുന്നില്ല ചുമച്ചിട്ട്. അപ്പോൾ തഫിനും കൂട്ടിയിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോയാൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് തന്നെ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഇങ്ങനത്തെ കാലാവസ്ഥപരമായിട്ട് വരുന്ന അസുഖങ്ങളില്ലേ, മഴക്കാലത്തൊക്കെ വരുന്ന അസുഖങ്ങൾ, അതിനെല്ലാം ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ തഫിനും കൂട്ടിയിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോയി കേട്ടോ. അപ്പോൾ 6:30 മണിയായി. ഓക്കെ, 6 മണി വരെയാണോ 8 മണി വരെയാണോ അവിടുത്തെ ഫാർമസി എന്ന് എനിക്ക് അറിയില്ല, നോക്കണം, ഓർമ്മയില്ല. എത്രയോ സമയം എന്ന് പറഞ്ഞു, 8 മണി വരെ ഉണ്ടെന്ന് തോന്നുന്നേ. 8 മണി വരെ ഉണ്ടെങ്കിൽ മരുന്ന് കിട്ടും, അല്ലെങ്കിൽ നാളെ മരുന്ന് വാങ്ങാനായിട്ട് പോകേണ്ടി വരും. നോക്കട്ടെ, ഞാൻ അവിടെ എത്തിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം കേട്ടോ. ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഫാർമസീൻ്റെ ടൈം അന്ന് എന്നോട് 8 മണി വരെ എന്നാണ് പറഞ്ഞു തോന്നുന്നു. ഒരു വട്ടം പോയാലും 8 മണിക്ക് പോയാലും കിട്ടിയെന്ന് തോന്നുന്നേ മരുന്ന്. അല്ലെങ്കിൽ പിന്നെ ഇന്ന് രാത്രിത്തേക്കുള്ള മരുന്ന് കൊടുക്കും. അവിടെ ഫാർമസി ഇല്ലെങ്കിൽ, ഫാർമസി പൂട്ടിയിട്ട് ഉള്ളെങ്കിൽ ഇന്ന് രാത്രിത്തേക്കുള്ള മരുന്ന് കൊടുക്കും. നാളെ പോയിട്ട് വാങ്ങാൻ പറയാം, ലിസ്റ്റ് കാണിച്ചിട്ട് വാങ്ങിയാൽ മതി. നോക്കട്ടെ, പോവാ. തപ്പി റെഡി ആയിട്ട് പുറത്തേക്കുന്നുണ്ട്. വന്നിട്ട് നമുക്ക് രാത്രി വേറെ സ്ഥലത്തേക്ക് വേണ്ടി, അതിനെ അടുത്ത വീഡിയോയിൽ കാണിച്ചു കേട്ടോ. ഓക്കെ, ആയാ. അപ്പോൾ വിടാ, നേരെ ഹോസ്പിറ്റലിൽ കൂട്ടോട്ടോ. തഫി ഏത് ചുമ, 2 ദിവസം 3 ദിവസമായിട്ട് കിട്ടില്ല പോലത്തെ ചുമയോ കണ്ട. ബാറ്ററി ഇടക്കിടക്ക് ബാറ്ററി, വണ്ടീൻ്റെ ബാറ്ററിക്കൊരു കളി. ഇന്ന് ഫുൾ മഴ. ഇന്ന് മാത്രമൊന്നുമല്ല, എത്ര ദിവസം എന്നല്ല, എത്ര ദിവസം അറിയാം, നിർത്താണ്ട് മഴ. അടിപൊളിയായിട്ട് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക, തകൃതിയായിട്ട് പെയ്യുന്നു. അതൊക്കെ വീടിൻ്റെ മുകളിൽ വെള്ളം കെട്ടിയിരുന്നു, വാർപ്പിൻ്റെ സൈഡിലെല്ലാം വെള്ളം ഇങ്ങനെ കെട്ടിക്കുന്നു. ശരി, ഇന്ന് ഫുൾ അതിനായിട്ട് ഇറങ്ങണത്ര, ഒന്നും കൂടി ഒന്ന് ഇറങ്ങണം, എന്നാലേ ശരിക്കും ഒന്ന് സെറ്റാവുള്ളൂ. കാരണം വെള്ളമിപ്പോൾ എന്നാൽ ഇത് മരമെല്ലാം എന്താ പറയുക, സൈഡിലെ ഓല ഇതെല്ലാം കളഞ്ഞിട്ട് വെള്ളമെല്ലാം ഒന്ന് ഇളക്കി വിട്ടിട്ടുണ്ട്. പക്ഷെ ഒന്ന് പൈപ്പെല്ലാം ഒന്ന് ലെവലാക്കാനുണ്ട്. വെള്ളം താഴോട്ട് പോകുന്ന പൈപ്പില്ലേ, അതെല്ലാം ഒന്ന് ലെവലാക്കി എടുക്കണം. ഒരു ദിവസം രാവിലെ ഇറങ്ങണം. ഇന്ന് പിന്നെ വീഡിയോ കാണിക്കണം ചെയ്യാം. പിന്നെ പെട്ടെന്ന് കയറിയിട്ട് മഴ വരുന്നതിനുള്ളിൽ ചെയ്യണ്ടേ. പക്ഷേ എന്തായാലും കുളിക്കണം, ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ ഇറങ്ങി. എന്തായാലും ഇതുണ്ടാവും, കച്ചറുണ്ടാവും. അപ്പോൾ ഏതായാലും നെക്സ്റ്റ് ഞാൻ കയറുമ്പോൾ വീഡിയോ എടുക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് ഇപ്പോൾ സമയമില്ല, പറഞ്ഞിക്കാൻ സമയമില്ല, നമുക്ക് നേരെ പോകാം ഹോസ്പിറ്റലിലേക്ക്. ഓക്കെ, ഇപ്പോൾ 6:19, 5 മിനിറ്റ് കുറവാക്കും നമ്മളെ വണ്ടിയിൽ. 6:19 കാണിക്കുന്നത്, 6:20 കഴിഞ്ഞ് 6:30 ആയിട്ടുണ്ടാവും. മരിവായി. അങ്ങനെ 20 എത്തിയട്ടാ. ഇവിടുന്ന് വേറെ നമുക്ക് ഇപ്പുറ സൈഡിൽ മഴയില്ല. റോഡ് കണ്ടനി അതിട്ടാന്ന് എനിക്കറിയാം. അപ്പുറ സൈഡിൽ വെള്ളമുണ്ട്, ഇപ്പുറ സൈഡിൽ വെള്ളമില്ല. സംഭവം എന്നാ അറിയോ, അറിയുന്നവർ കമൻറ്റ് ഞാൻ പറയണ സംഭവം എന്ന് വെച്ചാൽ അങ്ങോട്ടിടങ്ങ് മഴ പെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന വണ്ടി ഇതിലുള്ള വെള്ളം ഇങ്ങനെ റോഡിൽ വീണ് ഒരുപാട് വാഹനം പോകുന്നല്ലേ, വീണ് ഈ സൈഡിൽ വെള്ളം ഉണ്ടാവും. കാരണം ഇങ്ങോട്ട് മഴ ഉണ്ടാവില്ല. സംഭവം എനിക്ക് അങ്ങനെ വരുന്ന വണ്ടിയിലെ വെള്ളം കംപ്ലീറ്റ് റോഡിൽ വീണിട്ടാന്ന് ഒരു ഭാഗത്ത് മാത്രം വെള്ളം ഇങ്ങനെ റോഡിൽ കിടക്കുന്നത്, മറ്റേ സൈഡിലുണ്ടാവില്ല.
ഗവൺമെൻറ് ഹോസ്പിറ്റൽ. വണ്ടി പാർക്കാക്കട്ടെ എന്നെല്ലാം പറയും ഓരോ സ്ഥലത്തുനിന്ന്. വണ്ടി പാർക്ക് ചെയ്യട്ടെ, ഞാൻ പാർക്ക് ചെയ്യട്ടെ എന്ന് പറയും. ആക്കട്ടെ, വണ്ടി പാർക്കാക്കട്ടെ അങ്ങനെ പറയുമല്ലേ. വണ്ടിയുടെ വെച്ചിട്ടുണ്ട്. വീടാ ഇപ്പോൾ 10 റുപ്യാണ്. പൈസ ആണോ? എന്നാ 10 രൂപ പിടി, പോയിട്ട് വാങ്ങ ഇതാക്ക്. ആൾക്കാരൊന്നും ഇല്ലാന്ന് തോന്നല്ലേ. 2-3 നാളായില്ല. കാപ്പി അവിടെ പോയിട്ടുണ്ട്. കാപ്പി ടോക്കണ് അല്ല ലിസ്റ്റ് വാങ്ങാൻ പറ്റും. ഉള്ളിലാളുണ്ടല്ലോ കുറച്ച്. അകത്ത് കയറി. ഉള്ളിൽ ഒരു കസ്റ്റമറുണ്ട്. ഇപ്പം കയറാം. ഇപ്പം കയറും ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ പോകും. ഇതാണ് ഇതിൻ്റെ ഉള്ള ഡോക്ടറില്ല. കാണിച്ചു കാപ്പി മരുന്നിൻ്റെ അവിടെ പോയിട്ടുണ്ട്. മരുന്ന് വാങ്ങിട്ട് ഞാൻ പറഞ്ഞില്ലേ ഫാർമസി ഉണ്ട്, ഓപ്പണോ. ഇപ്പോൾ സമയം എന്നറിയാം. ഇപ്പോൾ സമയം 6:45, 6:46. ഫാർമസി 8 മണി 2 കേട്ടോ. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഫാർമസി 8 മണി 2. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ അടുത്തപ്പോൾ ചോദിച്ച പോലെ ഉണ്ട്. അങ്ങനെ ഒരു ഓർമ്മ ഉണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞത്. ഇനി ഏതായാലും കൺഫേം ആക്കിയിട്ട് പറയാൻ വെച്ചിട്ടാണ്. 8 മണി 2. തഫി അവിടെ നിൽക്കുന്നുണ്ട്. തഫി ഏതായാലും അവിടെ മരുന്ന് വാങ്ങാൻ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞാൽ നീ നിൽക്ക്. ഇവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ശുചിമുറി, പൊതു ശുചിമുറി. പിന്നെ ഇതാ മുലയൂട്ടൽ കേന്ദ്രം കണ്ടോ. മുലയൂട്ടൽ കേന്ദ്രം, ഇപ്പുറം പൊതു ശുചിമുറി. ഇത് അഡ്മിറ്റ് ഏരിയ. ഇങ്ങോട്ടാണ് അഡ്മിറ്റ്. കണ്ടോ. ഇതെല്ലാം എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടോയെന്ന് അറിയില്ല, യൂസ് ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ മുലയൂട്ടുന്ന റൂമുണ്ട്. പിന്നെ അതുപോലെ ശുചിമുറി ഉണ്ട്. അതെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം. വാങ്ങിയില്ലേ? ഒന്നുമില്ല, ഈ ചുമൻ്റെ മരുന്ന് ഇത്ര തന്നെ. ഇന്നത്തെ ഗുളിക ഉണ്ടല്ലേ കാണിച്ചാൽ ചുമൻ്റെ മരുന്ന് വെച്ചാൽ ചുമൻ്റെ മരുന്ന് ഇതന്നെ ഇവിടുന്ന് കൊടുക്കൽ. 5 മില്ലി 2 നേരം. 5 മില്ലി 2 നേരം. ഇത് പിടി പോലെ ഇവിടെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഫാർമസി 8 മണി 2 കേട്ടോ. രാത്രി 8 മണി 2. ഓക്കെ. പിന്നെ പകൽ ഭയങ്കര ആൾക്കാരാട്ടോ. നല്ല ആൾക്കാരാണ് ഇവിടെ. പകൽ നല്ല ആൾക്കാരാണ്. ഇപ്പം മരിവായോണ്ടാണ് ആൾ കുറവ്. ഇത് നല്ല ആൾക്കാരാണ്. ഏയ് പകൽ നല്ല ആൾക്കാരാണ്. ഞാൻ മരിവായോണ്ടാണ് ആൾ കുറവ്. എന്നാലും അത്യാവശ്യം ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടെങ്കിൽ. ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അത് പൊളിച്ചിട്ടാണ്. ഇവിടെ ചക്കണ്ട്. അതോ അങ്ങോട്ട് ചക്ക എന്ന് പറഞ്ഞാൽ തീർന്ന്. ബരിക്കച്ചക്ക, നല്ല ബരിക്കച്ചക്ക കിട്ടിയെങ്കിൽ. ഇപ്പം മഴ പെയ്തതിന് ശേഷം പിന്നെ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. മഴ പെയ്യുന്നതിൻ്റെ ഉള്ളിൽ കിട്ടണം ബരിക്കച്ചക്ക. അറിയുന്നവരിങ്ങനെ നോക്കിയാൽ. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിക്ക് വന്നു. ബ്രെഡ് സാൻഡ്വിച്ച്, ചായ, 2 ചായ, ഒരു മധുരം കുറവ്, ഒരു സാധാ ചായ. ബ്രെഡ് സാൻഡ്വിച്ച് അങ്ങനെ രസമുണ്ടോ? ഇത് ഞാൻ കഴിക്കുന്ന ഇതെല്ലാം ഞാൻ കഴിക്കില്ല. ഇത് സാധനം മാറ്റമുണ്ടെന്ന് തോന്നുന്നു. തിന്നോക്കട്ടെ. സാധനം തന്നെ ചെറിയ മാറ്റം. മറ്റേല് യെല്ലോ ചീസാന്ന് തോന്നുന്നു. ഇതെന്താ ചെറിയ മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു. എന്നാ കേട്ട് ഇത് സാധാരണ ഞാൻ ഇവിടുന്ന് കഴിക്കുന്ന ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ ടേസ്റ്റ് അല്ല കേട്ടോ. ചെറിയ മാറ്റമുണ്ട്. ഇത് നമ്മൾ ചിരിമുട്ടൻ്റെ ആ ഒരു ടൈപ്പ് അല്ലേ. ഇതിൽ യെല്ലോ ഇതില്ല, ഒരു ചീസില്ലേ അതില്ല. അതിനുമാരം വൈറ്റ് എന്താ ഉള്ളത്. അതിൽ മുട്ടയില്ല, ബാക്കിയെല്ലാം ഉണ്ട്. ചിരിമുട്ട കഴിക്കുന്ന അതേ ഫീൽ കേട്ടോ. അതിൻ്റെ സെയിം മസാല. അതിനുമാരം ചിക്കൻ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ എന്താ ചെറുങ്ങ ചിക്കൻ്റെ രീതി കടിച്ച പോലെ ഉണ്ട്. ചായ ഞാനിപ്പോൾ മധുരം കുറവ് കുടിക്കുന്നതുകൊണ്ട് കുറച്ച് ആൾക്കാരുടെ വിചാരം വെറുതെ ഇതിലുണ്ടാവും, അസുഖമില്ലുണ്ടാവും. അല്ല കേട്ടോ. ഞാൻ പിന്നെ മധുരം കുറവ് കുടിച്ച് ശീലിച്ച്. അങ്ങനെ 1-2 വട്ടം മധുരം കുറവ് കഴിക്കുമ്പോഴത്തേക്ക് മധുരം കുറവ് ചായ മാത്രമേ മധുരം കുറവ് കഴിക്കില്ല. പിന്നെ മധുരം കുറവ് തന്നെ കഴിക്കും. ഇത് നല്ലോണം കുറയില്ല, ചെറുങ്ങനെ മധുരം കുറയില്ല.
ചെറുങ്ങനെ ഓർക്കുള്ളൂ. ഇത് മധുരം കുറച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല. എനിക്ക് നല്ലോണം മധുരമാക്കുമ്പോൾ ചായ ഇത് കിട്ടുന്നില്ല. ബാക്കിയെല്ലാം മധുരം ഉള്ളത് തന്നെ കഴിക്കാം. ഈ ചായ മാത്രം മധുരം കുറച്ച് കുറക്കും. ഞാൻ ഒന്ന് ചേട്ടനെ കാണാൻ പോകുന്നു. ആവശ്യമുണ്ട്. ചേട്ടൻ ഇപ്പറയില്ലേ? ഹലോ, ഹായ്. ഇതാണ് നമ്മുടെ പഴയങ്ങളുടെ മിറാക്കിൾ ഫ്രെയിംസ്. ഞാൻ അതിട്ടല്ലേ ഇരുന്നടാ. ഇത് കുറച്ചായി കേട്ടോ ഓപ്പണായിട്ട്. എന്താ ഫുൾ ഫ്രെയിംസ്. നിങ്ങൾക്ക് വേണ്ടുന്ന ഫ്രെയിംസ് വേണ്ടുന്ന മോഡൽ വേണ്ടുന്ന സൈസിൽ അടിച്ചു തരും. കാര്യം ഇവിടെ അതിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടല്ലേ ചേട്ടാ? ഇവിടെ അതിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ട്. ഇവിടെ മെഷീനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഫുൾ മെഷീനും സെറ്റപ്പ് എല്ലാം ഉണ്ട്. ഇതൊന്നല്ല കേട്ടോ, ഇതിൻ്റെ മുകളിൽ ഇവർക്ക് റൂമുണ്ട്. അവിടെ ഫുൾ മെഷീനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വേണ്ടുന്ന മോഡൽ നിങ്ങൾ മോഡൽ കാണിച്ചു കൊടുത്താൽ അതിനൊക്കെയായിട്ട് അടിച്ചു തരും. വേറെ സാധനം കാണിച്ചാലല്ല കിട്ടുന്ന സാധനം ഇതുണ്ടോ. ഇതിൻ്റെ വലിയ സൈസെല്ലാം അടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഇതുണ്ടെങ്ക ഉണ്ടല്ലേ? ഞാൻ കണ്ടിന്യൂ സാധനം. ഇതൊക്കെ വീട്ടിലെല്ലാം വെക്കാൻ പറ്റുന്നത് കണ്ടോ. അള്ളാഹു കണ്ട അറബിയിൽ എഴുതിയ കണ്ട. ഇത് മെഷീനിൽ അടിച്ചത്. നമുക്ക് ചുമരിലെല്ലാം ഇതാക്കി. ഇതിൻ്റെ വലിയ സൈസ് അപ്പുറം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചുമരിൽ. വലിയ അപ്പുറത്തെ റൂമിൽ ഇങ്ങനെ പല സംഭവങ്ങൾ നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് ചെയ്ത് കിട്ടും. അതിൻ്റെ വേറൊരു സാധനം ഇത് കണ്ട. ആ സെയിം ഡിസൈൻ തന്നെ, പക്ഷേ ഇത് എൻഗ്രേവിങ് അല്ലേ കണ്ട. നല്ല രസമുണ്ട് കേട്ടോ. കുത്തിയെടുക്കില്ല അതുപോലെ ഇതാ. മാഷാ അല്ലാഹ് ഇല്ല ബില്ല എന്താ മിറാക്കിൾ ഫോട്ടോ ഫ്രെയിംസ് ആൻഡ് ഗിഫ്റ്റ്സ്. വേണമെങ്കിൽ അല്ല വേണ്ടുന്നവർ ബാട്ടാ നമ്മളെ പഴങ്ങളുടെ മിറാക്കിൾസ്. ഓക്കെ, ഫ്രെയിംസ് പല ഐറ്റംസ് നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ ചെയ്തു തരും. നമ്മുടെ അടുത്ത് ഇറങ്ങിയേട്ടാ എന്നേരം വീട്ടിലേക്ക്. അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ച് ചായ കുടിച്ച് ചേട്ടനെയും കണ്ട് പോയി. ബാം വാ ഓയ്. വണ്ടി ഇടയില്ല പോകട്ടെ. അയ്യോ ഫ്രണ്ട്സ് അങ്ങനെ വീട്ടിലെത്തി. ഇനി ഞാൻ പറഞ്ഞില്ല ഒരു സ്ഥലത്ത് പോകാനുണ്ട്. മാട്ടൂല് ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ പോകുന്നേ ഒരു റെസ്റ്റോറൻറ്റിൽ. ഫ്രണ്ട്സ് അങ്ങനെ വീട്ടിലെത്തിയേട്ടാ. അവനാ വീഡിയോ തന്നെ പോയാൽ ചെറിയൊരു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരു വീഡിയോ തന്നെ മനസ്സിലാക്കും തന്നെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കാതിരിക്കും തന്നെ ചേട്ടാ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം വെച്ചാൽ കമൻറ്റ് ചെയ്യും. ഓക്കെ, നിങ്ങൾ കമൻറ്റ് ചെയ്യാതെ കമൻറ്റ് ചെയ്യും. നിങ്ങളുടെ അഭിപ്രായം വെച്ചാൽ പറ. പിന്നെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. അഷ്റഫ് കണ്ണൂർ എന്ന് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, ഒന്ന് ഫോളോ ചെയ്യും. അതിൽ റീൽസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഓക്കെ, അതിനാ നെക്സ്റ്റ് കാണാം. അപ്പോൾ ബൈ ബൈ.